രാജ്യത്ത് സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ. നാപ്കിനുകൾ മൃദുലവും സുഗന്ധവും ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് വില്ലനാകുന്നത്. ഇവ നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള എൻജിഒ ടോക്സിക്സ് ലിങ്കിന്റെ പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 65% പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത്. രാജ്യത്ത് സുപരിചിതമായതും കൂടുതൽ പേർ ഉപയോഗിക്കുന്നതുമായ 10 നാപ്കിനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നാപ്കിനുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫാലറ്റ്സ്, VOC എന്നിവ ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഫാലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത, അയവ്, പാളികൾ തമ്മിൽ ചേർന്നിരക്കൽ തുടങ്ങിയവയ്ക്കാണ്. ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച, വേദന, രക്താതിസമ്മർദ്ദം, ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. സുഗന്ധത്തിനു വേണ്ടിയാണ് VOCകൾ ഉപയോഗിക്കുന്നത്. ഇത് അലർജി, വൃക്ക, കരൾ എന്നിവയുടെ തകരാറ്, ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇത് കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്ന ഒരു വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാനിറ്ററി നാപ്കിൻ ആണ്. ഇത് വെറും ഒരു സാനിറ്ററി നാപ്കിൻ അല്ല, ഒരു 10ഓളം ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 100% പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു യൂട്രസ് പ്രൊട്ടക്ഷൻ നാപ്കിൻ ആണ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം അത്ര സേഫ് ആയിട്ട് ഇവിടെ ഒരു സിബ്ലോക്ക് കവറിലാണ് നമുക്ക് ഈ കെയർ ആൻഡ് സേഫിന്റെ പാഡ് കിട്ടുക. ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു ഫോയിൽ പേപ്പറാണ്. ഒട്ടും തന്നെ ഈർപ്പം തങ്ങി നിൽക്കാത്ത ഫോയിൽ പേപ്പറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു 10ഓളം ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ചിപ്പില് ടീ പോളിഫിനോൾസ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീയുടെ ഗുണങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു സാനിറ്ററി പാഡിൽ ഒരു ചിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിപ്പ് ഉണ്ട്, ഇതിനകത്തൊരു ചിപ്പ് ഉണ്ട്. നാനോ ടെക്നോളജിയിലൂടെ ഒരുപാട് ഗുണങ്ങൾ ആ ചിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഈ പറഞ്ഞ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട്, അതായത് ടീ പോളിഫിനോൾസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് പോളിഫിനോൾസ്. നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ചെറുത്ത് നിൽക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കും. അതുകൂടാതെ ഒത്തിരി മിനറൽസും നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഘടകമാണ് ഈ പറഞ്ഞ ഗ്രീൻ ടീ. അപ്പൊ ഇതിനകത്ത് ഗ്രീൻ ടീയുടെ ടീ പോളിഫിനോൾസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് സപ്ലൈ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ നശിപ്പിക്കാനും ഈ പോളിഫിനോൾസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്തൊരു ജിയോ റിംഗ് ഉണ്ട്, അതായത് ഗ്രാഫൈൻ ഓക്സൈഡ് ആണ്. ഗ്രാഫൈൻ ഓക്സൈഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ 2 വേദനാ സംഹാരികളായിട്ടുള്ള 2 ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ അത് ബൂസ്റ്റ് ചെയ്യും. അതായത് എൻഡോർഫിൻ, എൻകഫാലിൻ എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് ആണ്. ഈ 2 ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെ നീക്കം ചെയ്യുന്ന ഹോർമോൺസാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഭക്ഷണരീതി കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഹോർമോൺസ് ഒന്നും ആരുടെയും ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേദനാ സംഹാരി ഗുളികകളെ ആശ്രയിക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ ഈ ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ 2 ഹോർമോണിന്റെയും ഉൽപാദനം ഇത് കൂട്ടുകയും ഒപ്പം നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ, കാലുവേദന, വയറുവേദന, നടുവേദന, അങ്ങനെയുള്ള ഒരുപാട് വേദനകളെ 70 മുതൽ 90% വരെ കുറയ്ക്കുന്നതായിട്ട് ഒരുപാട് റിസൾട്ടുകൾ ഇപ്പൊ ഈ കുറഞ്ഞ കാലയളവിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യം, ഇതിനകത്തൊരു ആനയോൺ ചിപ്പ് ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കാനുള്ള പ്രത്യേകം ഗുണമുള്ള ഒരു സംഭവമാണ് ഈ ആനയോൺ. നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ ഒരു മൂഡ് സ്വിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ടൂർ പോവുക, ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. നമ്മളൊരു തീരദേശത്തേക്കോ അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതിന്റെ കാരണം അവിടെയൊക്കെ ഈ ആനയോൺസിന്റെ പ്രസൻസ് കൂടുതലാന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുത്തെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം രോഗങ്ങളൊക്കെ കുറയാനുള്ള കാരണം. അതായത് അവിടെ ഈ പറഞ്ഞ രോഗാണുക്കളായിട്ടുള്ള ബാക്ടീരിയാസിന് നിലനിൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്.
ചിപ്പാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ആനിയോൺ ചിപ്പും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ആനിയോൺസിന് പറ്റും. ഇനി അടുത്ത ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് ചിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വജൈനയുടെ ഭാഗത്തുള്ള ബയോ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ആ ഭാഗത്തൊക്കെ ഒരു വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ ഒരു pH ലെവൽ ഉണ്ട്. ഒരു pH ലെവൽ ഒരു അസിഡിക് pH ആണ് നമുക്ക് വജൈനയുടെ ഭാഗത്തുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആ pH ലെവലിലെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ബാക്ടീരിയാസിന് അകത്തോട്ട് കടക്കാനുള്ള സാധ്യത നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ദൈവം തന്നൊരു വലിയ ഗിഫ്റ്റാണ് ഈ ഒരു അസിഡിക് pH എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഈ ബയോ എൻസൈം, ഈ മാഗ്നറ്റിക് ചിപ്പ് ബയോ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അതുവഴി നമ്മുടെ pH ലെവൽ ബാലൻസ് ചെയ്യാനും അസിഡിക് pHൽ നിലനിർത്താനും അതുപോലെ പുറത്തുനിന്നുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനെ തടയാനും നമ്മളെ സഹായിക്കും. ഇനി അടുത്ത ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അലോവേരയുടെ എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അലോവേരയുടെ ഒരു കൂളിംഗ് എഫക്ട് കൂടിയുണ്ട്. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന വലിയ ചൂടിനെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് അത് സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ചൊറിച്ചില്, ഇച്ചിങ് അതുപോലെയുള്ള പല കാര്യങ്ങളെ, നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ, അതായത് സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇയുടെ ഉറവിടമാണ് കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ആ അലോവേരയുടെ എക്സ്ട്രാക്ട് നമ്മുടെ സ്കിൻ ഡിസ്കളറേഷനെയൊക്കെ മാറ്റാനും ഇച്ചിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി അടുത്ത ഇതിനകത്തൊരു ഫാർ ഇൻഫ്രാറെഡ് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എനർജി ലെവല് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു നാനോ സിൽവർ ടെക്നോളജിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സെല്ലുകളെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 100% കോട്ടണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര ഇറിറ്റേഷൻ ഉള്ള സ്കിൻ ആയാലും എത്ര അലർജിക് ഉള്ള ആയാലും നമുക്ക് ഈ ഒരു പാഡ് 100% കോൺഫിഡന്റ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഫെദർ കോട്ടണും അതുപോലെ തന്നെ ബ്രീത്തബിൾ കോട്ടണും കൊണ്ടാണ് ഈ ഒരു പാഡ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം. ഇത് നമുക്കൊന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉജാല കലക്കിയ ഒരു വെള്ളമാണ് ഈ ഒരു സിറിഞ്ചിൽ നിറച്ചിരിക്കുന്നത്. ഒരു 60 ml ആണ് ഈ ഒരു സിറിഞ്ചിലുള്ള വെള്ളത്തിന്റെ അളവ്. നമുക്കിത് ഹെയർ ആൻഡ് സേഫിന്റെ ഏറ്റവും നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു പാഡിലേക്ക് ഈ ഒരു വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിലുള്ള ഒരു 65% സ്ത്രീകൾ ഇന്ന് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പാഡാണിത്. അതിലോട്ടും ആ സെയിം തന്നെ അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പൊ നമ്മൾ 60 ml വെള്ളമാണ് ഇത് രണ്ടിലും ഒരുപോലെ ഒഴിച്ചത്. ഇതിന്റെ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡിന്റെ അബ്സോർപ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് അണുബാധയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിന്റെ ടൈം കഴിയുന്തോറും ഇതിന്റെ അബ്സോർപ്ഷൻ കൂടി വരും. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇതിനകത്തില്ല. സാറിന് വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളിപ്പോ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സാനിറ്ററി പാഡാണ് ഇത് അല്ലേ? ഓ, ഇതില് ഒരു നനവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ തൊടണ്ട, തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും ഓക്കെ, അതായത് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പാഡില് നമ്മൾ തൊട്ട് നോക്കുമ്പോ ഒരു നനവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സാറിന്റെ കൈ ഡ്രൈ ആയിട്ടുള്ള കൈ. നമ്മൾ സാധാരണ ഒരു നോർമൽ സ്ത്രീ, അതായത് ഏറ്റവും കുറഞ്ഞത് അവരുടെ ഒരു മാസത്തെ ഒരു മെൻസ്ട്രൽ സൈക്കിളിന് വേണ്ടിയിട്ട് ഒരു 150 രൂപയെങ്കിലും ചെലവാക്കുന്നുണ്ട്. ഒരു ദിവസം 2 പാഡ് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഒരു 8 പാഡ് നമുക്ക് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് 5 മാസത്തേക്ക് 40 പാഡ് നമ്മൾ. അപ്പം ഏകദേശം ഒരു മാസത്തേക്ക് നമുക്ക് 130 രൂപ. അതായത് 5 മാസത്തേക്കുള്ള പാക്കിന്റെ വില എന്ന് പറഞ്ഞാൽ 650 രൂപയാണ് ഈ ഒരു പാക്കറ്റിന് നമ്മൾ കൊടുക്കേണ്ടത്.